അഖിലേ, സാക്ഷരതയുടെ മേന്മയിൽ അഭിനമിക്കുന്ന മലയാളി ഇപ്പൊ ദുരാചാരങ്ങളുടെ പിറകെയാണല്ലോ. എന്നിട്ട് ഇപ്പോൾ കുറഞ്ഞ ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന വാർത്തകൾ മുഴുവൻ ഈ അന്ധവിശ്വാസം കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്ന ഒരു കേരളത്തെ. അല്ല, ഈ അടുത്തിടയ്ക്ക് തന്നെ വയനാട്ടിലുണ്ടായ സംഭവം, അത് ശരിക്കും എന്താണ് അതിന്റെ? അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, വയനാട്ടിൽ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു സഹോദരന്മാർ, അതിന് തൊട്ട പുറകിൽ മറ്റൊരു കച്ചവടം നടത്തുന്ന നവാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി. അപ്പോൾ ഇവർ ഒരു ദിവസം നോക്കുമ്പോൾ ക്യാമറ, അവിടുത്തെ ഹോട്ടൽ ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ ആരോ ഒന്ന് കൂടോത്രം എന്ന് പറഞ്ഞൊരു പരിപാടി ഒപ്പിക്കുന്നൊരു, ഈ കൂടോത്രം എന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഗൂഢതന്ത്രം എന്നുള്ളതിനെയാണ് കൂടോത്രമായി മാറിയേക്കുന്നത്. അതാണ് അങ്ങനൊരു സാധനം ഉണ്ടല്ലേ. അതായത് കൂടോത്രം മുട്ടയൊക്കെയാണ്, മുട്ട അത് പറഞ്ഞാണ് കൂടോത്രമായി മാറിയേക്കുന്നത്. ഓക്കെ, ഗൂഢതന്ത്രം അല്ലേ. അപ്പോൾ അങ്ങനെ എന്നാല് അങ്ങനെ ഒരു, ഇപ്പോൾ കോഴിത്തല, മുട്ട ഇതൊക്കെ കൂടെ കുഴിച്ചുവിടുന്ന ഒരു വീഡിയോ ഇവര് CCTV കാണാനുണ്ട്. പണ്ട് ജഗതിയുടെ ഒരു സിനിമയില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൂടോത്രം ചെയ്ത പോലെ. അപ്പോൾ ഇവരത് ക്യാമറയിൽ കാണുമ്പോൾ അവരപ്പം തന്നെ പറയുന്നുണ്ട്, ഇവൻ ആരായാലും അവനെ തമർത്തണം എന്നൊരു വേർഡ് അവർ പറയുന്നുണ്ട്. അങ്ങനെ അത് അവരുടെ തൊട്ട ഫ്രണ്ടിലത്തെ ഷോപ്പിലെ നവാസ് ആണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും, അതായത് അവർ തമ്മിൽ എന്തോ മുൻ വൈരാഗ്യം വെച്ചുകൊണ്ട് ഈ നവാസ് ഓട്ടോ എടുത്ത് പോകുന്ന സമയത്ത് ഈ ഓട്ടോ ഉടമകൾ താറ് ജീപ്പിൽ പോയിട്ട് നേരിട്ട് ഇടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ ഈ നവാസ് ആണോ എന്ന് പോലും അറിയാതെ ചെയ്തത്, ഇത് നവാസ് ആണോ എന്ന് പോലും അറിയാതെ വൈരാഗ്യത്തിൻ്റെ മുകളിലാണ്, ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ കൊല നടക്കുന്നത്. വെച്ച് നോക്കുമ്പോൾ ഇത്രയും സാക്ഷരതയുള്ള ഈ കേരളത്തിൽ ഇപ്പോഴും ഇത്തരം പൊട്ടത്തരങ്ങളും വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരെ നമുക്കത് ചെറുതായി കാണാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ഈ ദുരന്തങ്ങൾക്ക് സാക്ഷിയാണ്. ഈ അന്ധവിശ്വാസം എന്തറിയോ, ഇതിനകത്ത് നമ്മൾക്ക് വിശ്വാസം ഇല്ലാതാവുമ്പോഴാണ് നമ്മൾ മറ്റു ചില വിശ്വാസങ്ങളുടെ പിറകെ പോകുന്നത്. തീർച്ചയായും. കാരണം നമ്മൾക്ക് സ്വയം ഒരു ബോധമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ അബോധാവസ്ഥയിലുള്ളൊരു, അതായത് ഒരു കോഴിമുട്ട വെച്ചാലോ ഒരു കോഴിത്തല വെച്ചാലോ ഒന്നും തീർന്ന. അതിനൊരു തമാശ ഞാൻ ചേട്ടനോട് പറയാം. എൻ്റെ അച്ഛൻ വേണ്ടി ഞാൻ എന്താണ് വെച്ചാൽ കൂടോത്രം എന്ന് ചോദിച്ചപ്പോൾ അത് ഫലിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറയാത്ത കാലത്ത് ചെറുപ്പത്തിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞ തമാശ രൂപേണ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കേന്ദ്രം ഈ പ്രതിരോധത്തിന് ഇത്രയും പൈസ കൊടുക്കേണ്ടതുണ്ടോ? കാശ്മീർ അതിർത്തിയിലൊക്കെ 4 മുട്ട കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പോരെ, ആരും ഇങ്ങോട്ട് കയറൂലല്ലോ എന്ന്. അപ്പോൾ തന്നെ എനിക്ക് കൗതുകം, സത്യമാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അല്ലേ, അതിലൊരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ ആർമി ഫോഴ്സിന് ഈ മഞ്ഞും തണുപ്പും ഇതൊക്കെ കൊള്ളിച്ചിട്ട് അവിടെ നിൽപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അത്രത്തോളം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഇവരുടെ കാര്യം പറയണോ, ഇവരുടെ മനസ്സിലെ ദുഷ്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അവനെ പോയി കൊല്ലാൻ ഇടയാക്കിയത്. അതെ, കാരണം ആ ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് വിശ്വാസം, ഓരോരുത്തരുടെ വിശ്വാസം ഓരോരുത്തരെ രക്ഷിക്കട്ടെ എന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ അത് മറ്റൊരു തരത്തിൽ മനുഷ്യന് ദ്രോഹമാവുന്ന രീതിയിലുള്ള ഒരു വിശ്വാസത്തെയും ശരിക്കും വെച്ച് പൊറുപ്പിക്കരുത്. കുറച്ച് കാലങ്ങളായിട്ട് നോക്കിയാൽ നമുക്ക് കാണാം, ഈ എലന്തൂര് നടന്ന നരബലിണ്ടായിരുന്നു അല്ലേ, നരബലി. അപ്പോൾ അത് ശരിക്കും മറ്റേ ഈ കുടുംബ ഇതിനു വേണ്ടി മോക്ഷത്തിന് വേണ്ടിയൊക്കെ നരബലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച്, അതായത് എന്താ പറയുക, ഇതൊക്കെ വെച്ചാൽ പണ്ട് കാലത്തെ നിലനിന്നിരുന്ന ചില സംഭവങ്ങളെ അതേപടിയും കൊണ്ടുവരികയാണ്. നിരോധിക്കേണ്ടതിനെ നിരോധിക്കണം. തീർച്ചയായും. കാരണം ഇതൊക്കെ എന്നോ നിരോധിക്കപ്പെടും. കാരണം ഇതിന് കൃത്യമായ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം, ഞാൻ ഇപ്പോൾ ഏറ്റവും ചുരുക്കം പറയാം, ആൾദൈവങ്ങളെ പൂജിക്കുന്നത് ഇപ്പോഴും ഇവിടെ നമ്മൾ ഇത്രയും സാക്ഷരത ഉണ്ടായിട്ടും ആൾദൈവങ്ങളെ പോയി മുട്ടുകുത്തി കുമ്പിട്ട് ഉമ്മ വെച്ച് വരുന്ന എത്രയോ പ്രഗത്ഭന്മാരുള്ള സ്ഥലമാണിത് അല്ലേ. ഏറ്റവും വലിയ പണക്കാരെ തന്നെയാണ് ഇവർ പറ്റിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ രസകരമായ. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും വലിയ കോമഡി കണ്ടു, പറ്റിക്കലിൻ്റെ ഒരു കോമഡിയാണ്. മോൻസൺ മാവുങ്കൽ എന്ന് പറഞ്ഞൊരു കക്ഷി ഇന്നയാളുടെ ടിപ്പു സുൽത്താൻ്റെ റിങ്ങാണ്, അല്ലെ ടിപ്പു സുൽത്താൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ആൾക്കാരെ പിന്നെ പറ്റിച്ചുകൊണ്ട് നടന്ന സംഭവം. അപ്പം നമ്മളതിന് മുന്നേ കണ്ടു സന്തോഷ് മാധവൻ, ഇമവൽ ഭദ്രാനന്ദ പോലത്തെ ഈ ആൾ ദൈവങ്ങൾ. അപ്പോൾ ഈ ആൾ ദൈവങ്ങളുടെ അടുത്ത് പോയി മുട്ടുകുത്തിയിട്ട് ഇവർക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ള, ഞാൻ പറഞ്ഞത് വേറെ, ചിലപ്പം ഓരോരുത്തർക്ക് കിട്ടുന്ന ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വേറെ സംഭവം വെച്ചാൽ ഞാൻ അതിനെ ആ രീതി കാണുന്നില്ല. ഇപ്പൊ വിശ്വാസവും അന്ധവിശ്വാസവും ഞാൻ രണ്ടായിട്ട് കാണില്ല. വിശ്വാസം ഒന്ന് തന്നെ. അതെ, വിശ്വാസം എന്ന് പറയുന്നത് അന്ധവിശ്വാസമായിട്ടല്ല, നമ്മളൊക്കെ വിശ്വസിക്കുന്നതാണ്. അതെ. പക്ഷെ ഇതിനകത്ത് ഞാൻ കാണുന്നത്, ഇപ്പൊ ഒരു സംഭവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അയാളുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുമെങ്കിൽ അത് വിശ്വസിച്ചോട്ടെ. പക്ഷെ ജഗത്തേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജഗത്തേട്ടൻ ഇപ്പോൾ നമ്മുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി തൊട്ടപ്പുറത്തുള്ള ഒരാളെ ബലി കഴിക്കണം എന്ന് പറഞ്ഞാൽ ജഗത്തേട്ടൻ അതിനെ എന്താ ചെയ്യും? അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എതിർക്കേണ്ടത് അല്ലേ. മറ്റുള്ളവർക്ക് ദോഷം വരുന്ന വിശ്വാസം പാടില്ല, ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. പക്ഷെ അത് നിയമം മൂലം തന്നെ ചെയ്യണത് അല്ലെ, നല്ല ശിക്ഷ കൊടുക്കണം. ഇതിപ്പോ അല്ല, നിയമം ഇപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടു, എലന്തൂരുള്ള ആളെ പിടിച്ചത് കണ്ടു, പിന്നെ മറ്റ് ഈ ആൾ ദൈവങ്ങളൊക്കെ കുറെ ആൾക്കാരെ പൊക്കി പോയത് കണ്ടു. എന്നിട്ടും ഇതിവിടെ തുടർക്കഥയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ചർച്ചയുടെ തന്നെ ഒരു ആവശ്യം
ആവശ്യം വരുന്നത്. കാരണം നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് നാളെ ഇത് നടക്കാതെ പോകുന്നുമില്ല. പക്ഷെ എങ്കിലും ഇത് ചർച്ച ചെയ്യപ്പെടാതെ പോകുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമാണ്. കാരണം ഇത്രയും നമ്മൾ കേരളത്തെ പറ്റി പറയുന്നത് നമ്മളെല്ലായ്പ്പോഴും പറയും പോലെ സാക്ഷരതയിൽ ഒന്നാമത്, ആരോഗ്യത്തിൽ ഒന്നാമത്, പിന്നെ വൃത്തിയിൽ ഒന്നാമത്, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷെ ഇത്രത്തോളം എന്താ പറയുക, നമ്മൾ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഓരോ ദിവസത്തെ വാർത്തകളും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 2.5 വയസ്സുള്ള കുട്ടിക്ക് മർദ്ദനമേറ്റ ഒരു സംഭവം കണ്ടു. ഇപ്പോൾ ഇന്നലെ വരികയാണെങ്കിൽ ഈ വയനാട്ടിലെ ഈ വളരെ സങ്കടകരമായ, കാരണം ഒന്നും അറിയുക പോലും ചെയ്യാത്തൊരു പാവം ആളായിരിക്കാം ഇതിനു വേണ്ടി ഇരയായത്. കാരണം ഇതൊക്കെ ഒരു മാനസിക വൈകൃതമാണ്. മറ്റുള്ളവർ ഇങ്ങനെ ചെയ്തു എന്ന് സംശയിച്ചു കഴിഞ്ഞിട്ട് അത് വെച്ച് പ്രതികാരം ചെയ്യുക. ഞാൻ ചെയ്യട്ടെ, ഒരു മതത്തിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. നമ്മളിപ്പോൾ ഹിന്ദു മതമാവട്ടെ, ക്രിസ്ത്യൻ മതമാവട്ടെ, മുസ്ലിം മതവിഭാഗമാവട്ടെ, ഈ എല്ലാ മതവിഭാഗത്തിലും ഇത്തരം ഫ്രോഡുകൾ, അതായത് ഇത്തരം ഈ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന, ഈ ഇത്തരം രീതികളിലൂടെ പൈസ കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് രണ്ടും കൂടെ മിക്സ് ആയി പോകണ പോലെ എനിക്ക് തോന്നും. കാരണം എന്താ വെച്ചാൽ ഈ ആചാരങ്ങൾ വെച്ചിട്ടല്ലേ അതിൽ പറഞ്ഞത്. അല്ല, ഞാൻ ആചാരത്തെ തന്നെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ആചാരം വരുന്നു, അവൻ അവിടെ എന്തോ കൂടോത്രം ചെയ്തു എന്നുള്ളത് ആ ചെയ്ത വ്യക്തിയുടെ ഉള്ളിലുള്ളത്. അതെ അതെ അതെ. പക്ഷെ ചെയ്തു എന്ന് സംശയിച്ച് ഇവരെ തട്ടുക എന്ന് പറയുന്നത് അതെ, അത് ബോധമില്ലായ്മയാണ് ഞാൻ പറയുന്നത്. കാരണം ഇവർക്ക് ഇപ്പോൾ ഈ ചെയ്ത ആളായാലും ഇപ്പൊ ചെയ്തതിനെ എതിർത്ത ആളായാലും രണ്ടാളെയും ലൈഫ് എന്തായി. ഇപ്പൊ ഇത് ചെയ്തത് നവാസാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല, തെളിഞ്ഞിട്ട് പോലും. പക്ഷെ അങ്ങനെ ഒരു സാധനമില്ല എന്നുള്ളത് ആദ്യം. പിന്നെ എനിക്കൊരു ഇതുള്ളത് വെച്ചാൽ ഇപ്പൊ ഗൂഢതന്ത്രം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് മാജിക് സെറ്റപ്പിൽ വരുന്ന ഒരു ബ്ലാക്ക് മാജിക് എന്നല്ല എന്ന് പറയണേ. നമ്മളിപ്പോൾ ഭാരതം എന്ന് പറഞ്ഞൊരു സമൂഹം പല ആൾക്കാർ വന്നു പോയി. നമ്മൾ മാത്രമല്ലല്ലോ, നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ജനതയുണ്ടല്ലോ, ആ ജനതയുടെ വിശ്വാസങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മളിപ്പോൾ പുരോഗമിച്ച് വന്നു കഴിയുമ്പോൾ ചിലത്, അതായത് വേറെ രോഗം വരുന്നതിന് നമ്മൾ തന്നെ സിവിലൈസ്ഡ് ആകുമ്പോൾ മാറ്റുക, നിയമം മൂലം മാറ്റുക. വിദ്യാസമ്പന്നരായിക്കൊണ്ടിരിക്കുന്നത് അനുസരിച്ച് നമ്മളുടെ എല്ലാ ആചാരങ്ങളിലും വ്യത്യസ്തത വരുത്തിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മൾ പല സമയത്തും പല ആചാരങ്ങൾ, ഇപ്പൊ പല നോർത്തിലേക്കൊക്കെ ഇതിലും ഭീകരമായ ആചാരങ്ങൾ, വിദേശ രാജ്യങ്ങളിലോ. അതെ, വിദേശ രാജ്യങ്ങളിൽ തീർച്ചയായും. അതെ, അത്തരം പൂജകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത്തരം അക്രമ രീതിയിലേക്ക് വരുമ്പോഴാണ് ഇതിനൊക്കെ നമ്മളെപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലേ. അതെ അതെ. പിന്നെ ഇതിനൊരു തമാശ ഇതുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ശരിക്കും ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ ക്ലബ്ബുകളൊക്കെ ആയിട്ടൊക്കെ നടന്ന ഒരു കാലഘട്ടങ്ങളിൽ ചിലരെ പേടിപ്പിക്കാനൊക്കെ കോഴിമുട്ടയൊക്കെ വെച്ചെടുത്തൊക്കെ ഉണ്ട്. അതെ, അല്ല അതൊക്കെ നമുക്ക് തമാശ, അതെ, ഇതിനെ നമ്മൾ എപ്പോഴും തമാശ രൂപേണ കാണുകയാണെങ്കിൽ ഇതൊക്കെ വെറും ഒരു കോമഡി മാത്രമാണ്. പക്ഷെ ഇത് സീരിയസ് ആയിട്ട് കാണുമ്പോഴാണ് അതെ ഉള്ളിൽ ഭയമുണ്ട്. അത് തന്നെ. അപ്പൊ ഞാൻ പലപ്പോഴും പറയാം, നമ്മൾ ഈ ചരട് ഈ ജപിച്ച് കെട്ടിയാൽ പനി പോകുമെന്ന് പറയാറുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ എത്രയോ ഇപ്പോഴും ഉണ്ട്. കാരണം എൻ്റെ സുഹൃത്തിൻ്റെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പനി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഡോക്ടറെ അടുത്ത് പോകില്ല. കാരണം ഡോക്ടർ മരുന്ന് കഴിച്ചാൽ മാറൂല. അവിടെ ഒരു നമ്പൂരി ഉണ്ട്, ആ നമ്പൂരിയുടെ കയ്യിൽ സൈക്കോളജിയാണ്. അതെ, ചരട് കെട്ടി. അപ്പോൾ എൻ്റെ ആ അമ്മൂമ്മയുടെ മോളെ മകൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്, പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഒരു ദിവസം പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചരട് ജപിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ആ വീടിൻ്റെ പുറകിൽ പോയി പുള്ളി തന്നെ ജപിച്ച് ഈ അമ്മൂമ്മയ്ക്ക് കെട്ടിക്കൊടുത്തു. പനി മാറി. അപ്പൊ അത് നമ്മളൊരു ആർക്കും ഉപദ്രവമില്ലാത്ത അതെ ഒരു സഹായം തീർച്ചയായും. കാരണം ആ അങ്ങനത്തെയുള്ള വിശ്വാസങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും നമുക്കതൊരു സമൂഹത്തിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഉണ്ടാവും. അതെ, ഉണ്ടാവും. കാരണം ചിലർക്കുണ്ട്, ചില ഷർട്ടിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു അതെ. ചില ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ചിലൊരു പോസിറ്റീവ്, ചിലപ്പോൾ ഇതേ പോസിറ്റീവ് ആയി നമ്മളൊരു ക്ലബിലോ ലൈബ്രറിയിലോ പോലെ കിട്ടും. പക്ഷെ വിശ്വാസമുള്ള ഒരാൾക്ക് ആ അമ്പലത്തിൽ പോകുന്നതായിരിക്കും. പക്ഷെ അതൊന്നും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ വരുമ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു പേര് കൊണ്ട് തന്നെ എക്സാം എഴുതിയാൽ ജയിക്കുന്ന ഒരു വിശ്വാസമുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതെ അതെ, തീർച്ചയായും. എക്സാം കഴിഞ്ഞിട്ട് ആ പേന കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കും. വിദ്യമുട്ട് ഒക്കെ കഴിച്ചിട്ട് പോയിട്ട് തോറ്റു പോകുന്നവരുണ്ട്. അതെ, നമ്മൾ അന്നപ്പോ നമ്മൾ പഠിച്ചാൽ ജയിക്കും അല്ലേ. അപ്പൊ ഇതിന് മനസ്സിൽ ബലം കിട്ടാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയോ നമ്മൾ ആശ്രയിക്കുന്ന ഒരു സാധനം മാത്രമാണത്. അത്രേ ഉള്ളൂ. നമുക്ക് ഇത് മറ്റുള്ളവർക്ക് ദോഷമാവാത്ത രീതിയിലുള്ളതാവണം. അതെ, പക്ഷെ ഇപ്പോഴത്തെ രീതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭീകരമായ കൊലപാതകങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ഒരു അരക്ഷിതാവസ്ഥ മലയാളിക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായും. കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതെ, ഇപ്പൊ നേരിടുന്നൊരു നമ്മളെ ഈ ഒരു സമയത്ത് നേരിടുന്ന ഏറ്റവും പ്രശ്നം കുറേ യുവാക്കൾ തൊഴിലില്ലായ്മ
അതൊരു അല്ലേ? വലിയ പ്രശ്നമായി. അതാരും അപ്പോൾ ഏത് രീതിയിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത എല്ലാ മലയാളികളിലും യുവാക്കളിൽ വരുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ കഞ്ചാവ് കടത്ത്, ഈ സ്വർണ്ണക്കടത്ത്, മറ്റ് ഈ പിടിച്ചുപറി അക്രമങ്ങൾ നമ്മൾ കണ്ടില്ലേ, പലപ്പോഴും ഇതിലൊക്കെ പിടിക്കപ്പെടുന്ന യുവാക്കളാണ്. അതും വിദ്യാഭ്യാസമുള്ളവരുണ്ട്, എഞ്ചിനീയർമാരാണ് പല കഞ്ചാവ് കടത്തിലും പിന്നെ ഈ എഞ്ചിനീയർമാരെ അങ്ങനെ ഒരു അടച്ചാക്ഷേപിക്കാനല്ല ഒരു ടീമിനെ ഞാൻ പറഞ്ഞത്. അത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ ജോലിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു അവസ്ഥ കൂടിയാണ്. ഇപ്പോൾ ആലോചിക്കേണ്ട ഒരു ഈ സമയത്ത് ഓർമ്മിപ്പിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. കാരണം അതുകൊണ്ട് തന്നെ ഏറ്റവും അതായത് ഒരു 18 വയസ്സ് കഴിഞ്ഞ് ഒരു 35 വയസ്സ് വരെയുള്ള ആ പ്രായ പരിധിയിലുള്ള യുവാക്കളെയാണ് ഇപ്പം നമ്മൾ കാണുന്ന മുഴുവൻ അറസ്റ്റ് ചെയ്യുന്നത് മുഴുവൻ ഈ ക്രിമിനൽ മെന്റാലിറ്റി കാണിച്ച് ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മുഴുവൻ അത്തരം ഒരു യുവാക്കളെ, ഒരു യുവനിരേനെ തന്നെയാണ് കാണുന്നത്. അതുപോലെ സ്ത്രീകളും പണ്ട് സ്ത്രീകൾ ഇങ്ങനത്തെ ഒരു കഞ്ചാവ് കടത്തിലോ ഗോൾഡ് കടത്തിലോ ഒന്നും പങ്കാളിയല്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ മുഴുവനായിട്ടും സ്ത്രീകളും കൂടെ. അതുപോലെ ഈ നരബലിക്ക് ഏറ്റവും കൂട്ടുനിന്ന ഒരു സ്ത്രീയാണ് എലന്തൂര കേസ്. പണ്ട് സ്ത്രീകളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാവില്ല, പേടിയായിരുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കൊലപാതകത്തിൽ വരെ സ്ത്രീക്ക് ഒരു പങ്കുണ്ട്. തീർച്ചയായും ഈ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം ഉള്ളതും സ്ത്രീകൾ, അതായത് ഒരു ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും പുറമെ നമ്മൾ മലയാളിക്ക് ഒരു ഗുണം കുഴപ്പം എന്താ, ഗുണമല്ല കുഴപ്പം, കപട സദാചാരബോധം എന്നുള്ള സ്റ്റൈലുണ്ട്. തീർച്ചയായും അതായത് പുറമെ കാണുമ്പോൾ ഞാൻ മറ്റേ നല്ല പുത്രൻ, അവന്റെ സ്വന്തം കാര്യം വരുമ്പോ അവൻ പോയി എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ ഒരുപാട് പേരെ നമുക്ക് പറയാം. കാരണം നല്ല ഉണ്ണിയാണ്, അല്ലെങ്കിൽ നല്ല ഉണ്ണി. അതെ, തീർച്ചയായും. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നപ്പോൾ നമ്മളടക്കം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള ഏത് വിശ്വാസത്തെയും നമുക്ക് പിന്തുടരാം എന്നാണ് നമ്മൾ ഏത് മതങ്ങളിലെയും. കാരണം എല്ലാ മതത്തിലും നന്മയുണ്ട്, അതേപോലെ തിന്മയും ചെയ്യുന്ന ആൾക്കാരുകളുണ്ട്, അല്ലെ, ആളുകളുണ്ട്. അപ്പോൾ ഏത് മതമായിക്കോട്ടെ, പക്ഷെ ചെയ്യുന്ന വിശ്വാസം, അവരുടെ മതത്തെ അവർ വിശ്വസിച്ചോട്ടെ, പക്ഷെ അവർ ഇത്തരം മറ്റൊരാൾക്ക് ദ്രോഹം വരുന്ന രീതിയിലേക്കുള്ള പരിപാടികളിലേക്ക് അവരെന്ത് ചെയ്യാതിരിക്കുക, പോകാതിരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, സ്വയം ഒരു വിശ്വാസം എപ്പോഴും വേണം. അതെ, മറ്റുള്ളവർ ചെയ്യണ ഒരു ചെറിയ കൂടോത്രത്തിലൊന്നും എനിക്കൊന്നും പറ്റില്ല. അതെ, നമ്മളെല്ലാവരും നമ്മുടെ കൂടെ തന്നെയുള്ള, അതെ, നമ്മൾ തീയിൽ കുരുത്തവരാണ്, വെയിലത്ത് വാടാൻ നോക്കേണ്ടത് അങ്ങനെ ഒരു സാധനത്തിലേക്ക് നമ്മൾ എല്ലാവരും. അപ്പൊ ആ ഒരു സന്ദേശമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചർച്ചയിലൂടെ നമുക്ക് സമൂഹത്തിന്. തീർച്ചയായും. കാരണം നമ്മൾ വിശ്വാസങ്ങളെല്ലാം നല്ലതാണ്, പക്ഷെ അത് നിങ്ങൾ മറ്റൊരാൾക്ക് ദ്രോഹമാവുന്ന രീതിയിലേക്കുള്ള വിശ്വാസത്തിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ നാളെയും ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. കാരണം അത്രയും വിദ്യാസമ്പന്നരാണ് പലരും, എന്നിട്ടും ഈ ഇങ്ങനെ ഉള്ള വാർത്തകൾ വരുന്നതാണ് ഏറ്റവും വലിയ അസ്വസ്ഥതയും വിഷമമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കുക, പക്ഷേ അന്ധവിശ്വാസങ്ങൾ, അത് മറ്റൊരാൾക്ക് ദ്രോഹമാവുന്ന രീതിയിലുള്ള വിശ്വാസങ്ങളെ ഒഴിവാക്കുക, നന്നായിട്ട് ജീവിക്കുക.